ഹായ് എവരി വൺ. ഇനി നമ്മുടെ സെക്കൻഡ് ബ്ലോക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ ഫണ്ടമെൻറ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡ് ബ്ലോക്കിൽ ഡാറ്റ ഹാൻഡ്ലിങ്ങിനെ കുറിച്ചാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഡാറ്റയെ എങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ബ്ലോക്കിലൂടെ നമ്മൾ പറയുന്നത്. ഇതിൽ ഈ ഒരു ബ്ലോക്കിൽ ലേണേഴ്സിന് വേരിയസ് ഡാറ്റ ഹാൻഡ്ലിങ് ടെക്നിക്സും അതുപോലെ സർവീസസും സെക്യൂരിറ്റി മെഷേഴ്സും അതുപോലെ ഇതെങ്ങനെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ബ്ലോക്കിലൂടെ നമ്മൾ നോക്കുന്നത്. അതുപോലെ അപ്ലിക്കബിലിറ്റി ഓഫ് ഇൻ്റർനെറ്റ് ഇൻ ബിസിനസ്സിൽ ഇൻ്റർനെറ്റിൻ്റെ ഈ ഒരു സെക്യൂരിറ്റിയും സർവീസസും ഡാറ്റ ഹാൻഡ്ലിങ് ടെക്നിക്സൊക്കെ വെച്ചിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതും ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 4 യൂണിറ്റ്സ് ആയിട്ടാണ് ഇവിടെ ഈ ഒരു ബ്ലോക്ക് വരുന്നത്. ഈ ഒരു ബ്ലോക്കിൽ പ്രധാനമായിട്ടും യൂണിറ്റ് 5 അതായത് ഡാറ്റ ഇൻഫോർമേഷനെ കുറിച്ചുള്ളൊരു കമ്പാരിസൺ, ബിസിനസ് ഇൻഫോർമേഷൻ സിസ്റ്റം അതിനെക്കുറിച്ചുള്ള കാര്യമാണ് യൂണിറ്റ് 5 പറയുന്നത്. യൂണിറ്റ് 6 വരുന്നത് സൈബർ സെക്യൂരിറ്റിനെ കുറിച്ചുള്ള കാര്യമാണ്. അതുപോലെ യൂണിറ്റ് 7 കോൺസെപ്റ്റ്സ് ഓഫ് ഇൻ്റർനെറ്റിൽ ഈ ഒരു ഡാറ്റ സെക്യൂരിറ്റിയും അതുപോലെ സർവീസസും ഡാറ്റ ഹാൻഡ്ലിങ്ങും ഒക്കെ ഇൻ്റർനെറ്റിൽ എന്താണ് അതിൻ്റെ റോള് എന്നുള്ളതാണ് യൂണിറ്റ് 7 പറയുന്നത്. അതുപോലെ യൂണിറ്റ് 8 ഡിസ്കസ് ചെയ്യുന്നത് ഹൗ പ്ലാസ്റ്റിക് മണി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ആൻഡ് ഇറ്റ്സ് യൂസേജ് ഇൻ പ്രസൻറ്റ് ടൈംസ്. ഇത്രയൊക്കെയാണ് ഈ ഒരു 4 യൂണിറ്റാണ് ബ്ലോക്ക് 2 വരുന്നത്. ഓക്കെ, നമുക്ക് യൂണിറ്റ് 5 ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ബിസിനസ് ഇൻഫോർമേഷൻ സിസ്റ്റം. നമുക്കറിയാം, ബിസിനസ് എന്ന് പറയുന്നത് ഒരു കൺട്രീൻ്റെ എക്കണോമി വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ബിസിനസ് എന്താണ് എസെൻഷ്യലാണ്. അതായത് എക്കണോമിൻ്റെ പിന്നിലുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ബിസിനസ് തന്നെയാണ് അല്ലേ. ഒരു രാജ്യത്തിൽ ഇപ്പോൾ ബിസിനസ് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്ന് വിചാരിക്കുക, അതിൻ്റെ ആബ്സെൻസ് ആണെങ്കിൽ ആ കൺട്രി എന്താണ് ഓവറോൾ ഗ്രോത്തിൽ ഭയങ്കര ലോവസ്റ്റ് ആയിരിക്കും അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. എന്നാലും ഒരു ബിസിനസ് ഫൗണ്ടേഷൻ, അതായത് ഒരു രാജ്യത്തിൻ്റെ എക്കണോമി ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് പറയാം ആ ഒരു രാജ്യം എന്ന് പറയുന്നത് എന്താണ്, ബിസിനസ് ഫൗണ്ടേഷൻ ഭയങ്കര സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു കൺട്രി ആയിരിക്കും. എക്കണോമി സ്ട്രോങ്ങർ ആണെങ്കിൽ അവിടുത്തെ ബിസിനസ് ഫൗണ്ടേഷൻസ് സ്ട്രോങ്ങർ ആണ് എന്നർത്ഥം അല്ലേ. അപ്പോൾ നമ്മുടെ ബിസിനസ്സും അതുപോലെ എക്കണോമിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് എക്സാമ്പിൾ അവിടെ പറയുന്നുണ്ട്. എക്സാമ്പിൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആ കമ്പനീൻ്റെ പ്രോപ്പർ വർക്കിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഒരുപാട് പീപ്പിൾസിനെ ഹെയർ ചെയ്യാനുണ്ട്. അതായത് വേരിയസ് പേർപ്പസിന് വേണ്ടിയിട്ട്, ലൈക്ക് വർക്കിംഗ് സ്റ്റാഫ്, അക്കൗണ്ട് സ്റ്റാഫ്, ലോവർ ലെവൽ സ്റ്റാഫ്, ക്ലീനിങ് സ്റ്റാഫ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, ഇതുപോലുള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ ഹെയർ ചെയ്യുമ്പോൾ എന്താണ്, ഒരുപാട് ആൾക്കാർക്ക് ജോബിനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടുകയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ പീപ്പിളിനെയൊക്കെ ഹയർ ചെയ്യുന്നതിലൂടെ എന്താണ്, ഒരുപാട് ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുകയും അതുപോലെ ആ ഒരു കൺട്രി എന്ന് പറയുന്നത് ആ കൺട്രീൻ്റെ ഗ്രോത്തിന് വേണ്ടി, അതായത് എന്താ പറയുക, ആ കൺട്രീൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ആൾക്കാർക്ക് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പം സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഒരു ഉപജീവന മാർഗം ആ രാജ്യത്തിലുള്ള ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ രാജ്യത്തിൻ്റെ ഗ്രോത്തിന് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ. ദിസ് ഗ്രോത്ത് അറ്റ് എ വെരി ഫണ്ടമെൻ്റൽ ലെവൽസ് ഈസ് റിലേറ്റഡ് ടു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബിസിനസ് ബേസിക്സ് വിത്ത് ഇവഞ്ച്വലി ലീഡ്സ് ടു ഫോർമേഷൻ ഓഫ് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ റിക്വയർഡ് ടു ബി അനലൈസ്ഡ്. അപ്പോൾ ഒരു കൺട്രീൻ്റെ എക്കണോമിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഈ ഇത്തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് വരുന്ന ഇൻഫോർമേഷനും അതുപോലെ ഡാറ്റയും അതുപോലെ ഓർഗനൈസേഷനുള്ളിലുള്ള മറ്റു കാര്യങ്ങളും അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഭയങ്കര അത് അനലൈസ് ചെയ്യുക എന്നുള്ളത് ആ ഒരു ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആയി കിടക്കുന്നൊരു കാര്യമാണ്. ഒരിക്കലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ഡാറ്റ ജനറേറ്റ് ചെയ്യും. ഈ ഡാറ്റ പിന്നെ ഇൻഫോർമേഷനായിട്ട് മാറും, അത് പിന്നെ നോളജായിട്ട് മാറും, പിന്നെ വിസ്ഡായിട്ട് മാറും. അപ്പോൾ ഇതൊക്കെ ഒരു ഓർഗനൈസേഷൻ്റെ ഡിസിഷൻ മേക്കിങ്ങിന് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് ഈ ഇൻഫോർമേഷൻ, നോളജ്, വിസ്ഡം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഒരു ബിസിനസ് ഇത് എന്തിന് ഹെൽപ്പ് ചെയ്യും, ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദി പൊട്ടൻഷ്യൽ റിസ്ക് ഇൻവോൾവ്ഡ് ഇൻ റണ്ണിങ് എ പെർട്ടിക്കുലർ ഓർഗനൈസർ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മളൊരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ
ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ റൺ ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന റിസ്കുകളെയും അതുപോലെ മറ്റ് പല കാര്യങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാം, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദർ ആർ ഫ്യൂ കൺസിഡറേഷൻ ബിഫോർ സെറ്റിംഗ് അപ്പ് ബിസിനസ് വിച്ച് വിൽ സബ്സിക്വൻ്റ്ലി അഫക്റ്റ് ദി എക്കണോമി. എക്കണോമീനെ ആയിട്ട്, അതായത് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എക്കണോമി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അത് എക്കണോമീനെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് കൺസിഡറേഷൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അത് ഒരു എക്കണോമീനെ ബാധിക്കുന്ന, അതായത് ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു എക്കണോമീനെ അതെങ്ങനെ ബാധിക്കുമെന്നുള്ളത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. അപ്പോൾ അവിടെ അതിനെ ബാധിക്കുന്ന കാര്യങ്ങൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് എപ്പോഴും എന്താവണമെന്നില്ല, സെയിം യൂണിഫോം ആവണമെന്നില്ല. ചിലപ്പോൾ എന്ത് ചെയ്യാം, റൈസ് ചെയ്യാം, ചിലപ്പോൾ ഫോൾ ചെയ്യാം. നമ്മുടെ ഗ്രാഫിൽ നമുക്ക് കാണാം നമ്പർ ഓഫ് മാനേജേഴ്സ്, അതുപോലെ എംപ്ലോയി മോട്ടിവേഷൻ, എംപ്ലോയി കൺഫ്യൂഷൻസിനനുസരിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യാം, ബിസിനസ് ഗ്രോ ആവാം, ചിലപ്പോൾ ഫോൾ ചെയ്യാം, പിന്നെ വീണ്ടും റൈസപ്പ് ആവാം. അതുപോലെ നമ്പർ ഓഫ് മാനേജേഴ്സും എംപ്ലോയി മോട്ടിവേഷൻസൊക്കെ അതിൻ്റെ ബേസിലൊക്കെയാണ് ഈ വളരുന്നതും അതുപോലെ താഴ്ന്നു പോകുന്നതും. ചിലപ്പോൾ കുറേ കാലം അതേപോലെ നിലനിർത്തി പോവും, അങ്ങനെ. അപ്പോൾ ഇതൊക്കെ എക്കണോമിക്കിൻ്റെ വളർച്ചനെയും കൂടെ ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇന്നത്തെ കാലത്ത് മോഡേൺ ഓർഗനൈസേഷനൊക്കെ ഓപ്പൺ ലൈക്ക് സിസ്റ്റമാണ് അല്ലേ. അപ്പോൾ ഓപ്പൺ ലൈക്ക് സിസ്റ്റം ആകുമ്പം അവർ തമ്മിലൊരു ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് എന്നുള്ളത് ഭയങ്കര അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഓപ്പൺ സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചേഞ്ച് വരുമ്പോൾ നമ്മുടെ ടെക്നോളജിയും ചേഞ്ച് ചെയ്യും, അതുപോലെ മാർക്കറ്റ് ഡൈനാമിക്സിലും ആ ചേഞ്ച് വരണം അല്ലേ. അപ്പോൾ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ റൈറ്റ് ഇൻഫർമേഷൻ കിട്ടുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ ആ തീരുമാനങ്ങൾ നമുക്ക് എഫക്റ്റീവായിട്ട് എടുക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യണം, അതുപോലെ ഓർഗനൈസ് ചെയ്യണം, പ്രോസസ്സ് ചെയ്യണം, അതേപോലെ ഇവാലുവേറ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഒരു എഫക്റ്റീവായിട്ടുള്ള ഡിസിഷൻ ഇതിൽ പേരിൽ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ ഈ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് ബ്രാഞ്ചുകളും കൂടെ വളർത്തുന്നുണ്ട്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് പോലുള്ള ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിന് മറ്റ് ബ്രാഞ്ചുകളും കൂടെ ഈ ഇൻഫർമേഷൻ സിസ്റ്റം വളർത്തുന്നുണ്ട്. അതായത് ഇത് നീഡ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കോംപ്ലക്സ് സിറ്റുവേഷൻസിലൊക്കെ ഡിസിഷൻ മേക്കിംഗ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ, അതായത് ചേഞ്ചസ് ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ഈ ഡിസിഷൻ മേക്കിങ്ങും എഫക്റ്റീവ് ആക്കാൻ വേണ്ടി ഇവരിങ്ങനെ, അതായത് നോളേജ് വർക്കേഴ്സൊക്കെ നോക്കുമ്പോൾ അവരുടെ നോളേജും കൂടെ കൂടുകയാണ്. അതായത് നമുക്ക് പുതിയ ടെക്നോളജി വരുമ്പോൾ നമ്മൾ അനിവാര്യമാണ് നമുക്കത് പഠിക്കണം എന്നുള്ളത്. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടറും സ്മാർട്ട് ഫോണൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ. അത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അത് അനിവാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ അത് ലൈഫിൽ അത് ആവശ്യമാണെന്ന് ഉള്ളതുകൊണ്ടാണ് ഏതൊരാൾക്കും ഇപ്പോൾ സ്മാർട്ട് ഫോൺ വരെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ മാർക്കറ്റ് ഡൈനാമിക്സിൽ ഇങ്ങനൊരു ചേഞ്ച് കൊണ്ടുവരുമ്പം, മോഡേൺ ഓർഗനൈസേഷനിൽ ഇങ്ങനൊരു ചേഞ്ച് വരുമ്പം, ഓപ്പൺ സിസ്റ്റം ആയി കഴിഞ്ഞാൽ അവിടുത്തെ വർക്കേഴ്സിനും കൂടെ, വർക്കേഴ്സിനും കൂടെ നോളേജ് എന്താവുള്ളൂ, റൈസ് ആവുള്ളൂ. ഓക്കെ, അതുപോലെ ബിസിനസ് എൻവിറോൺമെൻറ്റിൽ വന്ന ഈ ഒരു ചേഞ്ചാണ് ശരിക്കും ഇൻഫർമേഷൻ സിസ്റ്റത്തിന് ഇത്രയധികം വലുതാകാൻ, ഇൻഫർമേഷൻ സിസ്റ്റം ഇത്രയധികം വലുതാകാൻ കാരണം ബിസിനസ് എൻവിറോൺമെൻറ്റിൽ വന്ന ഈ ഒരു ചേഞ്ച് തന്നെയാണ്. അപ്പോൾ അത് ഇൻഫർമേഷൻ സിസ്റ്റം ഇങ്ങനെ റൈസ് ചെയ്തപ്പോൾ അത് ഗ്ലോബലൈസേഷനിലേക്കാണ് പോയത്. അപ്പോൾ നമ്മളെ ആഗോള വിപണിയിൽ വേൾഡ് മാർക്കറ്റ്സിൻ്റെ മാനേജ്മെൻറ്റും കൺട്രോളും അതുപോലെ വർക്ക് ഗ്രൂപ്പ്സ്, ഡെലിവറി സിസ്റ്റമൊക്കെ നിർബന്ധമായിട്ട് വന്നു. പിന്നെ അതുപോലെ ഈ ഒരു ചേഞ്ച് കാരണം ഗ്ലോബൽ എക്കണോമി അതിൻ്റെ സ്ട്രക്ചർ തന്നെ അതിൻ്റെ സ്ട്രക്ചർ തന്നെ ഇൻഫർമേഷൻ ബേസ്ഡ് വിഷനിലേക്ക് ട്രാൻസ്ഫോം ചെയ്തു എന്നാണ് പറയുന്നത്. സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, ജനറേഷൻ ഓഫ് ന്യൂ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, അതുപോലെ പ്രൊഡക്ടിവിറ്റി, ടൈം ബേസ്ഡ് കോമ്പറ്റീഷൻസ്, ഷോർട്ടർ പ്രൊഡക്റ്റ് ലൈഫ്, ബിൽഡിംഗ് ലീഡർഷിപ്പ് ആൻഡ് ഹേസ്റ്റി ടർബുലൻറ്റ് എൻവിറോൺമെൻറ്റ്.
ഇതൊക്കെയാണ് അതിൻ്റെ ന്യൂസ് സ്ട്രക്ചറിൽ പെടുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷനാണ്. ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടറിനകത്തേക്ക് ഇൻപുട്ട് ചെയ്യുന്ന എന്തും നമുക്ക് ഡാറ്റ ആയിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്തെങ്കിലും ഒരു ലെറ്റർ അടിച്ച് കൊടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്താ പറയുക നമ്പറാണെങ്കിലും അതുപോലെ സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ്, അതായത് എന്തെങ്കിലും ഒരു വേർഡ് ആണെങ്കിലും ഒരു ഇമേജ് ആയിക്കോട്ടെ, ഒരു വീഡിയോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഓഡിയോ ആയിക്കോട്ടെ, എന്താണെങ്കിലും നമ്മൾ കമ്പ്യൂട്ടറിനകത്തേക്ക് അല്ലെങ്കിൽ ഡിവൈസിനകത്തേക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന എന്താണ് ഡാറ്റയാണ്. ആ ഡാറ്റയെ നമ്മൾ കമ്പ്യൂട്ടറിനകത്തേക്ക് എത്തിയതിന് ശേഷം ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് നമുക്ക് തിരിച്ച് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ സെയിം ആണെന്ന് വിചാരിക്കും, പക്ഷേ ഡാറ്റയും ഇൻഫർമേഷനും സെയിം അല്ല. ഡാറ്റ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ കാണാൻ പറ്റും, ഫിഗർ 5.2ലും 5.3യും നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഫസ്റ്റത്തിൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അത് ഒരു ഡിസോർഡർ ആയിട്ട് കിടക്കുന്ന റാൻഡം ക്യാരക്ടേഴ്സാണ്, നമുക്ക് മനസ്സിലാവില്ല എന്താണ് ഇത് ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലാവില്ല. എന്നാൽ ഇൻഫർമേഷനായി എഴുതി കഴിഞ്ഞപ്പോൾ അതെന്തായി, ഒരു അഡ്രസ്സാണ് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ അതാണ് ഡാറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഡാറ്റയെ നമുക്ക് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എന്ന് പറയാം. അതായത് നമുക്ക് പ്രത്യേകിച്ചൊരു മീനിങ്ങും കാര്യങ്ങളൊന്നും അതിന് കിട്ടില്ല. സം സോർട്ട് ഓഫ് ഡാറ്റ സം സോർട്ട് ഓഫ് കുറച്ച് എന്താ പറയുക ഡാറ്റ തന്നെ പറയാം. അപ്പോൾ അങ്ങനത്തെ തന്നെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയാം. ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീനിങ് ഉണ്ടാവും അതിന്. മീനിങ് ഫുൾ ആയിട്ടുള്ള ഡാറ്റ തന്നെയാണ് നമ്മൾ ഇൻഫോർമേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പം നമ്മൾ ഡാറ്റ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫോർമേഷൻ കിട്ടുമെന്ന് പറഞ്ഞു. ആ ഇൻഫോർമേഷൻ എന്നാണ് പിന്നെ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്, നോളേജും വിസ്ഡവും പിന്നെ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ ഇൻഫോർമേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, നമുക്കറിയാം ഒരു പേഴ്സൻ്റെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബിസിനസ്സാണ്. ബിസിനസ് ഈസ് എ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി ഓഫ് എ പേഴ്സൺ. ഒരു പേഴ്സൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു പേഴ്സൻ്റെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിയാണ് നമുക്കറിയാം. അതായത് എന്ത് ജോബ് ചെയ്യുന്ന ആളായിക്കോട്ടെ, സാധാരണ എന്തെങ്കിലും ജോലിയോ വേറെ എന്തെങ്കിലും ഓക്യുപ്പേഷനായോ അല്ലെങ്കിൽ ട്രേഡോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അയാളുടെ പിന്നെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, ബിസിനസ് തന്നെയാണ്. അപ്പോൾ ബിസിനസ് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ബിസിനസ് ആയാലും ഒരുപാട് മേഖലയിൽ ബിസിനസ്സുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഏത് മേഖലയിലായിക്കോട്ടെ, പക്ഷേ എക്കണോമി അതിന് എന്താണ് മോസ്റ്റ്ലി ഡിപ്പെൻഡൻ്റ് ഓൺ ബിസിനസ്. ഒരു രാജ്യത്തിൻ്റെ എക്കണോമി എന്ന് പറയുന്നത് ആ രാജ്യത്തിൽ റൺ ചെയ്യുന്ന ബിസിനസ്സിനെ ഡിപ്പെൻഡൻ്റ് ഓണാണ് ഇരിക്കുന്നത്. അതുപോലെ പിന്നെ എന്താ പറയുക, നമ്മളെ സാധനങ്ങളുടെ വില നിശ്ചയിക്കുക, കസ്റ്റമറിൻ്റെ ടേസ്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ പ്രിഫറൻസിനനുസരിച്ച് പുതിയ സാധനങ്ങൾ ഇറക്കുക, ഇതൊക്കെ എക്കണോമിയും ബിസിനസ്സും തമ്മിൽ റിലേറ്റഡ് ആണെന്ന് കാണിക്കുന്ന ഐഡിയാസാണ്. ഇപ്പോൾ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ എക്കണോമി എഫിഷ്യൻ്റായിട്ട് റൺ ചെയ്യണമെങ്കിൽ അവിടെ ബിസിനസ് വേണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ എക്കണോമി എന്ന് പറയുന്നത് എക്കണോമിക് സിസ്റ്റത്തിൻ്റെ ഇമ്പറാറ്റീവായിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ബിസിനസ് തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ഗവൺമെൻറ്റും എന്താ പറയുക എക്കണോമിക് സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സ്മോൾ എന്താ പറയുക ചെറുകിട വ്യവസായം എന്നൊക്കെ പറയില്ലേ നമ്മൾ, സ്മോൾ സ്കെയിൽ ബിസിനസ് എന്ന് പറയും. പിന്നെ വിമൻസ് നമ്മൾ നാട്ടിലൊക്കെ വിമൻസൊക്കെ തുടങ്ങുമല്ലോ ചെറിയ ബിസിനസ്സുകൾ. അതുപോലെ പിന്നെ SC/ST എൻ്റർപ്രണേഴ്സൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സ്കീമും ലോൺസൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് ഇന്ത്യയിൽ. അതിൽ ചില എക്സാമ്പിൾസാണ്. സം ഓഫ് ദി പോപ്പുലർ ലോൺ സ്കീമാണ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് സ്കീം, CGS എന്ന് പറയും. അതുപോലെ മുദ്ര ലോൺ സ്കീം ആൻഡ് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം, ഇതൊക്കെ പറയുന്നത് ചില ലോണുകളുടെ എക്സാമ്പിൾസാണ്. അതുപോലെ ഒരുപാട് എന്താ പറയുക കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ആൻഡ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചാമ്പേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഇതാണ് രണ്ട് മേജർ ഇൻഡസ്ട്രി ചാമ്പേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള. ഇതും അതായത് ബിസിനസ് ഇൻഡസ്ട്രിയും അതുപോലെ ഇന്ത്യ ഗവൺമെൻറ്റും തമ്മിൽ ഒരു ഗ്യാപ്പ്
ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രി ചാമ്പേഴ്സാണ് ഈ 2 ചാമ്പേഴ്സ് എന്ന് പറയുന്നത്. സൂപ്പർവൈസ് അവരാണ് ഒരു ഇൻഡസ്ട്രീൻ്റെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പോളിസി റെഗുലേഷൻസൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയൽ ചാമ്പേഴ്സാണ്. ഓക്കെ. പിന്നെ പറയുന്നത് ഒരു ബിസിനസ്സിനെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സസാണ് ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രോട്ടോകോൾസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ്, ലീഗൽ ഇംപ്ലിക്കേഷൻസ്, എക്കണോമിക് ഇൻഡിപെൻഡൻസ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത് ഈ കാറ്റഗറൈസേഷൻ ഓഫ് ക്ലാസ്സസ് ആണ്. അപ്പോൾ അത് എന്താ പറയുക, ദി ഓണർഷിപ്പ് ഓഫ് എ ബിസിനസ് ഡിഫൈൻ ദിസ് ക്ലാസ്. ഒരു ബിസിനസ്സിൻ്റെ ഓണർഷിപ്പ് ഡിഫൈൻ ചെയ്യുന്നത് ഇതിൻ്റെ ക്ലാസ്സാണ് നമുക്ക് പറയാം. ദർ ആർ ആൾസോ ഫോളോസ് പ്രൈവറ്റ്ലി ഓൺഡ്, നോട്ട് ഫോർ പ്രോഫിറ്റ്, സ്റ്റേറ്റ് ഓൺഡ്. അതായത് പ്രൈവറ്റ്ലി ഓൺഡ് സ്വന്തമായിട്ട് ഉടമസ്ഥതയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ പ്രോഫിറ്റിന് വേണ്ടി അല്ലാതെ തുടങ്ങുന്ന ബിസിനസ്സുകൾ, അതുപോലെ സ്റ്റേറ്റ് ഓൺഡ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ബിസിനസ്, അതുപോലെ മറ്റൊരു തരം ക്ലാസ്സിൽ പെടുന്നതാണ് ക്ലാസിഫിക്കേഷനാണ് പാർട്ട്ണർഷിപ്പ്, ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ്, ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി, കോർപ്പറേറ്റീവ്. ഇതൊക്കെ നമ്മൾ കേട്ട കാര്യങ്ങളാണ്. ഇതല്ലാതെ തന്നെ ഈ ക്ലാസ്സസ് അല്ലാതെ തന്നെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സ്കീം പ്രിവലൻറ്റ് ഇൻ ദി വേൾഡിൽ തന്നെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സ്കീമായിരുന്നു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ഇൻ ദിസ് എ സോൾ പേഴ്സൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോളിങ് ഓഫ് ദി ആക്ടിവിറ്റീസ് അതായത് ഒറ്റ ഒരാളാണ് ബിസിനസ്സിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും മാനേജ്മെൻറ്റും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഒരു സോൾ പേഴ്സൺ ആയിരിക്കും. എന്നാൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് വൺ ഓർ മോർ ഇൻഡിവിജ്വൽസ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്തായാലും 2 persons ഉണ്ടാവും. 2 or more ഇൻഡിവിജ്വൽസ് എഗ്രി ചെയ്ത് അവർ പ്രോഫിറ്റും ലോസും ഒക്കെ ഷെയർ ചെയ്യുന്ന തരത്തിലുള്ളതാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ. സം ബേസിക് ഡിഫറൻസ് ഇൻ ദി സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആൻഡ് പാർട്ട്ണർഷിപ്പ് നമുക്ക് നോക്കാം. ടേബിൾ 5.1 അതിനെക്കുറിച്ച് കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഫസ്റ്റ് വൺ, സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ ഇറ്റ്സ് സിമ്പിൾ ടു എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. അതായത് നമുക്ക് ഏതൊരു കാര്യം ഒരാൾ തന്നെയാണ് മാനേജ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് എന്താ പറയുക, ബിസിനസ്സിൻ്റെ കാര്യമൊക്കെ ആണെങ്കിലും അയാൾക്ക് നഷ്ടം വന്നാലും ലാഭം വന്നാലും ഒക്കെ അയാൾക്ക് തന്നെ സഹിച്ചാൽ മതി അല്ലേ. പിന്നെ എന്താ പറയുക, എന്ത് കാര്യമാണെങ്കിലും അയാൾക്ക് തന്നെ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാം, മറ്റൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പാർട്ട്ണർഷിപ്പ് ആണെങ്കിലോ ഇറ്റ് റിക്വയർസ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more പാർട്ട്നേഴ്സ്, 2 or 3 പാർട്ട്നേഴ്സ്, എത്ര പാർട്ട്നേഴ്സാണോ ആ ഒരു ബിസിനസ്സിലുള്ളത് അവരുള്ള എഗ്രിമെൻറ്റ് വേണം. സെക്കൻഡ് വൺ, ഇറ്റ്സ് കൺട്രോൾഡ് ആൻഡ് മാനേജ്ഡ് ബൈ സോൾ പേഴ്സൺ. ഇത് കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഒരു സോൾ പേഴ്സൺ ആയിരിക്കാം. എന്നാൽ പാർട്ട്ണർഷിപ്പിലാണെങ്കിലോ ഇറ്റ്സ് മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ 2 or more പാർട്ട്നേഴ്സ്. തേർഡ് വൺ, ഡിസിഷൻ മേക്കിംഗ് ഈസ് ക്വിക്ക് ആസ് ഇൻവോൾവ്സ് നോ പാർട്ട്നേഴ്സ്. ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറ്റും. പാർട്ട്ണർഷിപ്പ് ആണെങ്കിലോ ഡിസിഷൻ മേക്കിംഗ് റിക്വയർസ് മ്യൂച്വൽ കോൺസെൻറ്റ് ഓഫ് ഓൾ ദി പാർട്ട്നേഴ്സ്. എല്ലാ പാർട്ട്നേഴ്സിനും ഒരു മ്യൂച്വൽ കോൺസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടാണ് എല്ലാവരും കൂടെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ഡിസിഷൻ ഉണ്ടെങ്കിൽ അതാണ് അവരവിടെ ചൂസ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ടൈമൊക്കെ എടുക്കും അല്ലേ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട്. ഫോർത്ത് വൺ, ദി ലയബിലിറ്റീസ് ഓർ പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് ഓൾ ബോൺ ബൈ ദി പ്രൊപ്പറേറ്റർ. അതായത് ലാഭമായാലും നഷ്ടമായാലും എന്ത് തന്നെ ആയാലും അയാൾ മാത്രം സഹിച്ചാൽ മതി. പാർട്ട്ണർഷിപ്പ് ആണെങ്കിലോ ദി ലയബിലിറ്റീസ് പ്രോഫിറ്റ് ലോസ് എല്ലാം എന്ത് ചെയ്യണം, പാർട്ട്നേഴ്സ് തമ്മിൽ എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. ഫിഫ്ത്ത് വൺ, ഫിനാൻസ് ക്യാൻ ഓൺലി ബി റേസ്ഡ് അപ്പ് ടു എ ലിമിറ്റ്. അതായത് ഒരു ലിമിറ്റ് വരെ ഫിനാൻസ് എന്ത് ചെയ്യുള്ളൂ, റേസ് അപ്പ് ആവുള്ളൂ. എന്നാൽ പാർട്ട്ണർഷിപ്പ് ആണെങ്കിലോ എത്ര സ്കോപ്പ് ഓഫ് റേസിങ് ഫിനാൻസ് ഇസ് ഹൈ, ഭയങ്കര ഹൈ ആണ്, കൂടുതൽ ഫിനാൻഷ്യൽ റേസ് ഉണ്ടാവാൻ നമുക്ക് സാധ്യത ഉള്ളതാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചെറിയൊരു പോർഷൻ വരുന്നത് ബിസിനസ്സും അതുപോലെ ഇൻഫർമേഷൻ സിസ്റ്റം തമ്മിലുള്ള റിലേഷനാണ്. നമുക്കറിയാം ഇന്ന് ആൾക്കാർ എന്താ പറയുക, ഒരുപാട് ബന്ധങ്ങളുണ്ട് തമ്മിൽ. നമ്മൾ കുറേ നേരമായ ടേംസ് കേൾക്കുന്നില്ലേ, ബിസിനസ്, ഇൻഫർമേഷൻ സിസ്റ്റം, ഇത് തമ്മിലുള്ള റിലേഷനാണ് നെക്സ്റ്റ് നോക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഡാറ്റ അനലിറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ടേം എന്താ പറയുക, അതിൻ്റെ യഥാർത്ഥ മീനിങ്ങിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഡാറ്റ കൂടാതെ എന്താക്കാൻ പറ്റില്ല. ഡാറ്റയാണ് എൻ്റെ മെയിൻ. വിത്തൗട്ട് അപ്രോപ്രിയേറ്റ് ഡാറ്റ കൂടാതെ ഈ ടേംസ് നമുക്ക് ഒന്നുമല്ല. ഈ ടേംസ് പറയുന്നത് ഒന്നുമല്ല ഡാറ്റ ഇല്ലെങ്കിൽ. അത് ബിസിനസ്
This data is generated by the business organization which can be further used for knowledge discovery and other potential application. ഈ ഡാറ്റ ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ബിസിനസ് ഓർഗനൈസേഷനാണ്. ഇത് പിന്നെ നോളജ് ഡിസ്കവറിക്ക് വേണ്ടിയിട്ടും അതുപോലെ അതർ പൊട്ടൻഷ്യൽ അപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ദ ജനറേറ്റഡ് ഡാറ്റ ഇസ് ടു ബി അനലൈസ്ഡ് ഫോർ എഫക്റ്റീവ് ഡിസിഷൻ മേക്കിങ്ങിനും ഈ ജനറേറ്റഡ് ഡാറ്റ തന്നെയാണ് വീണ്ടും യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ഡൺ വിത്ത് ദി ഹെൽപ്പ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സോഫ്റ്റ്വെയർ കോൾഡ് ആസ് എ ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ ബിസിനസ്സിൽ നിന്നാണ് ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നത്. പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ബിസിനസ്സിൽ നിന്നാണ് ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നത്. ആ ഡാറ്റയാണ് പിന്നെ നോളജ് ഡിസ്കവറിക്കും അതുപോലെ അതർ പൊട്ടൻഷ്യൽ അപ്ലിക്കേഷൻസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ജനറേറ്റഡ് ഡാറ്റ തന്നെയാണ് എന്തെങ്കിലും ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ജനറേറ്റഡ് ഡാറ്റ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസിഷൻ മേക്കിങ് ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വിത്ത് ദി ഹെൽപ്പ് ഓഫ് സ്പെഷ്യൽ സോഫ്റ്റ്വെയർസ് കോൾഡ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഡാറ്റയും ബിസിനസ്സും ഇൻഫർമേഷൻ സിസ്റ്റം തമ്മിൽ റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ സിസ്റ്റം ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ബിസിനസ് ഇൻ്റലിജൻസും അതുപോലെ എന്താ പറയുക ഡിസിഷൻ മേക്കിംഗ് ഒന്നും പറ്റില്ല. അപ്പോൾ അത് കാണിക്കുന്നതിൻ്റെ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ജസ്റ്റ് ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ് ഫിഗർ 5.6 ബിസിനസ്സിൽ നിന്ന് ജനറേഷൻ ഓഫ് ഡാറ്റ ഇൻഫർമേഷൻ ചെയ്യുന്നു. അതിൽ ബിസിനസ് ഇൻ്റലിജൻസ് വരുന്നത്. ബിസിനസ് ഇൻ്റലിജൻസ് എന്നാണ് എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വരുന്നത്. പക്ഷേ ഇതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ, ഇതൊക്കെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം, ഇൻഫർമേഷൻ സിസ്റ്റം വേണം എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് ഓഫ് ബിസിനസ് വിത്ത് ഇൻഫർമേഷൻ സിസ്റ്റമാണ് താഴെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇൻഫർമേഷൻ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇനി ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ടേം ഉണ്ട്, അത് മനസ്സിലാക്കണം. അതിൻ്റെ ആർക്കിടെക്ചർ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് വിച്ച് കണ്ടെയ്ൻസ് ദ അതർ ഇമ്പോർട്ടൻറ്റ് കമ്പണൻസ് ഓഫ് എഫിഷ്യൻറ്റ് വർക്കിംഗ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിങ്ങിന് ഈ ഒരു ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് കമ്പണൻസ് കിടക്കുന്നുണ്ട് ഇതിൻ്റെ ആർക്കിടെക്ചറിൽ. അപ്പോൾ നമ്മൾ ഒരു ഫിഗർ 5.7 അതാണ് കാണിച്ചിട്ടുള്ളത്. ഇൻപുട്ട് റിസോഴ്സസ് ഇൻ IT സെക്ടർ, പ്രോസസ്സിങ്, ഔട്ട്പുട്ട് അതായത് ഇൻപുട്ട് നമ്മൾ റിസോഴ്സ് ഇൻ IT സെക്ടറിൽ ഇൻപുട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഡിസൈഡ് ചെയ്ത് കിട്ടും, ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നോക്കുമ്പോൾ നമുക്കറിയാം, ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ 4 ബേസിക് ഫങ്ഷണൽ സിസ്റ്റമാണ് എന്താ പറയുക സെർവ് ചെയ്യുന്നത്. ഒന്ന് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, മാനുഫാക്ചറിങ് ആൻഡ് പ്രൊഡക്ഷൻ, ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. ഈ 4 ഫങ്ഷണൽ സിസ്റ്റവും അവരുടെ പ്രോട്ടോക്കോളും യൂസേജും മെയിൻ്റെനൻസും സപ്പോർട്ട് അനുസരിച്ച് എന്താണ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, പക്ഷേ എല്ലാത്തിനും ഒരൊറ്റ കോമൺ ഗോളാണ്. ഓൺലി കോമൺ ഗോൾ ഓഫ് ദി ഫങ്ഷണൽ സിസ്റ്റം ഷെയർ വിത്ത് എഫക്റ്റീവ് ഓവറോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ്. ഓവറോൾ ആയിട്ടുള്ള ബിസിനസ് ഡെവലപ്മെൻറ്റാണ് എല്ലാത്തിനും ഗോൾ എന്ന് പറയുന്നത്. അപ്പാർട്ട് ഫ്രം ദിസ് സിസ്റ്റം, എ ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം ക്യാൻ ഫർദർ ബി കാറ്റഗറൈസ്ഡ് ഫ്രം എ കൺസ്റ്റിറ്റ്യുവൻസി പെർസ്പെക്റ്റീവും. ഇതല്ലാതെ വേറൊരു തരത്തിലും കൂടെ നമ്മൾ ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, എക്സിക്യൂട്ട് സപ്പോർട്ട് സിസ്റ്റം. Out of this basic system, the MIS provides support to DSS. അതായത് MIS അതായത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിനും കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ പിന്നെ നമ്മുടെ MIS-ഉം DSS-ഉം കൂടെ EIS എക്സിക്യൂട്ടീവ് സപ്പോർട്ട് സിസ്റ്റത്തിനും കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ TPS MIS-നും DSS-നും എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദ ഫങ്ഷനാലിറ്റീസ് ഓഫ് ദീസ് സിസ്റ്റം ആർ എക്സ്പ്ലെയിൻഡ് ഇൻ നെക്സ്റ്റ് സെക്ഷൻസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫങ്ഷനാലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. ഹായ് എവരി വൺ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. DBMS എന്ന് പറയും. ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്ഷൻ ഓഫ് ലോജിക്കലി റിലേറ്റഡ് ഡാറ്റയും അതുപോലെ ആ ഡാറ്റയിൽ നമുക്ക് ആ ഡാറ്റേനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഓപ്പറേഷൻസിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്.
ഈ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഡാറ്റാബേസും ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ ഗ്യാതേർഡ് ഫ്രം വേരിയസ് ഓപ്പറേഷണൽ യൂണിറ്റ്സ് റണ്ണിങ് ഇൻ എ ബിസിനസ് സ്റ്റോർഡ് ഇൻ എ റെപ്പോസിറ്ററി. അതായത് ഒരു ബിസിനസ് വേരിയസ് ഓപ്പറേഷണൽ യൂണിറ്റ്സിൽ നിന്ന് കിട്ടുന്ന ഗ്യാദർ ചെയ്യുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റനെ ഒരു റെപ്പോസിറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ആ റെപ്പോസിറ്ററി നമ്മൾ പറയുന്ന പേരാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ ആ ഡാറ്റാസ് ബിസിനസ്സിൻ്റെ പല ഓപ്പറേഷണൽ യൂണിറ്റ്സിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഡാറ്റ നമ്മൾ ഒരു ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് അനലൈസ് ചെയ്യാൻ ഭയങ്കര എഫക്റ്റീവായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ എഫക്റ്റീവായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് പ്രോപ്പറായിട്ട് ഈ ഡാറ്റനെ സെക്യൂർഡായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ആ ഡാറ്റാബേസിനകത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റുള്ളൂ, എഫക്റ്റീവായിട്ട് അനലൈസ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ എഫക്റ്റീവായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയാം. അതിനെ പറയുന്ന പേരാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഡാറ്റാബേസിന് അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡാറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡാറ്റാനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ അതിനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെ പറയുന്ന പേരാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഓക്കെ, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ മേജർ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ ഡാറ്റാബേസ് സ്ട്രക്ചർ, അതുപോലെ ഡാറ്റാബേസ് ഡെഫിനിഷൻ, അതിൻ്റെ പെർഫോമൻസ്, അപ്ഡേറ്റ്, ഡിലീറ്റ്, റീഡ് ഓപ്പറേഷൻ ഓൺ സ്റ്റോർഡ് ഇൻഫർമേഷൻ. നിങ്ങൾക്ക് പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും. ഡാറ്റാബേസ് സ്കീമ, ഡാറ്റാബേസ് റിക്കവറി, ഡാറ്റാബേസ് പ്രൊട്ടക്ഷൻ, ഡാറ്റാബേസ് മാനിപ്പുലേഷൻ, ഇതൊക്കെയാണ് മെയിനായിട്ട് ഡാറ്റാബേസിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് മുന്നേ നമ്മൾ ഫയൽ സിസ്റ്റമായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റം FPS എന്ന് പറയും. ഇതും നമ്മൾ റെപ്പോസിറ്ററി, അതായത് ബിസിനസ്സിൽ വേരിയസ് ഓപ്പറേഷണൽ യൂണിറ്റ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ FPS ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റം ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റത്തിൽ നമ്മുടെ എന്താ പറയുക, ഭയങ്കര ഹാൻഡിൽ ചെയ്യാൻ ഈസി ആണെങ്കിലും പക്ഷേ എന്താണ് മേജർ ആപ്ലിക്കേഷൻസിൽ, ഒരുപാട് ആപ്ലിക്കേഷൻസിൽ ഭയങ്കര ബുദ്ധിമുട്ടായി വരും. അതുപോലെ നമുക്ക് എന്താ പറയുക, ഡാറ്റ സെക്യൂർഡ് ആയിരുന്നില്ല, ആക്സസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് എന്തുണ്ട് ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു നമ്മുടെ ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റത്തിന്. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം ലിമിറ്റേഷൻസ് ഓഫ് ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസ് ആണ് ഡാറ്റ ഐസൊലേഷൻ, കൺകറൻസി കൺട്രോൾ. ഡാറ്റ ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു ഡാറ്റേനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒബ്സേർവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. കൺകറൻസി കൺട്രോൾ, അറ്റ് എ ടൈമിൽ ഒന്നിൽ കൂടുതൽ ഡാറ്റാസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുപോലെ ഡാറ്റ റിഡൻഡൻസി ആൻഡ് ഇൻകൺസിസ്റ്റൻസി, അതായത് ഒരു സ്ഥലത്ത് വന്ന ഡാറ്റ, സെയിം ഡാറ്റ എന്തെങ്കിലും 2-3 സ്ഥലങ്ങളിൽ വരിക. ഇപ്പോൾ ഒരാളുടെ ഒരു എംപ്ലോയീൻ്റെ പേര്, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് വന്നു, എന്താ പറയുക, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു യൂണിറ്റിൽ വന്നു എന്ന് വിചാരിക്കുക. നെക്സ്റ്റ് യൂണിറ്റിലും സെയിം എംപ്ലോയീൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ വന്നു എന്ന് വിചാരിക്കുക. അപ്പം അതാണ് റിഡൻഡൻസി എന്ന് പറയുന്നത്. റിപ്പീറ്റേഷൻ, ഒരാളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡാറ്റ റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് റിഡൻഡൻസി എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഏതിലെങ്കിലും ഒന്നിലൊരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ മറ്റേലും അതേ ചേഞ്ച് വരണം. പക്ഷേ ഫയൽ സിസ്റ്റത്തിലാകുമ്പം അത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാളുടെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പം ഇതിലുള്ള ഡാറ്റ ആയിരുന്നില്ല അപ്പുറത്തെ ഡാറ്റയിലുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഡാറ്റ റിഡൻഡൻസി ആൻഡ് ഇൻകൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നില്ല, സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഡാറ്റ ആക്സസ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഓവർകം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഡാറ്റാബേസ് സിസ്റ്റം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് എന്താ പറയുക, ഈ
ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസൊക്കെ ഓവർകം ചെയ്തിട്ടാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എന്താ പറയുക ഈ ഫീച്ചേഴ്സിനൊക്കെ എന്താ പറയുക 2 ഡാറ്റ മോഡലായിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്. ഡാറ്റാനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഡാറ്റ മോഡൽസ് ആയിരുന്നു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ 2 കൈൻഡ്സ് ഓഫ് ഡാറ്റ മോഡൽസാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റെക്കോർഡ് ബേസ്ഡ് ഡാറ്റ മോഡലും ഒബ്ജക്റ്റ് ബേസ്ഡ് ഡാറ്റ മോഡലും. അതിൻ്റെ ഒരു പിക്ചർ അവിടെ തന്നിട്ടുണ്ട്. റെക്കോർഡ് ബേസ്ഡ് ഡാറ്റ മോഡലിൽ ഹൈറാർക്കിക്കൽ മോഡൽ, നെറ്റ്വർക്ക് മോഡൽ, റിലേഷണൽ മോഡൽ 3 മോഡൽസാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒബ്ജക്റ്റ് ബേസ്ഡ് മോഡലാണെങ്കിൽ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ, അതുപോലെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മോഡൽ. അപ്പോൾ ഇതിൽ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡാറ്റ മോഡൽ എന്ന് പറയുന്നത് റിലേഷണൽ മോഡലാണ്. റിലേഷണൽ മോഡൽ യൂസ് ചെയ്യാൻ കാരണം ഇത് ഭയങ്കര നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര സിമ്പിളാണ്. അതുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അതുപോലെ മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻസൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. മെയിൻറ്റെയിൻ ചെയ്യാനും ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്റ്റാൻഡേർഡൊക്കെ ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് റിലേഷണൽ ഡാറ്റ മോഡലായിരുന്നു കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റിലേഷണൽ ഡാറ്റാബേസ് മോഡൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ആണ് RDBMS ആണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ഓക്കെ, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം RDBMS ഈസ് ബേസ്ഡ് ഓൺ റിലേഷണൽ മോഡൽ. റിലേഷണൽ മോഡലിൻ്റെ ബേസിലാണ് RDBMS ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡാറ്റ മോഡൽ എന്ന് പറയുന്നത് RDBMS ആണ്. നമ്മൾ റിലേഷണൽ മോഡലിൽ ഡാറ്റാസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിൾസാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ടേബിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേഷൻ എന്ന് പറയുന്നത്. റിലേഷൻ എന്നാണ് നമ്മളന്ന് ഡാറ്റാബേസ് RDBMSലെ ടേബിൾസിനെ നമ്മൾ റിലേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഡാറ്റയും ടേബിളും തമ്മിൽ എന്താ പറയുക ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. ആ റിലേഷൻഷിപ്പ് ആ ടേബിൾ ഇറ്റ്സെൽഫ് ടേബിളിൽ തന്നെയാണ് അതിൻ്റെ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് കാണിക്കാം. അപ്പോൾ ടേബിൾ 5.2 കാണിക്കുന്നത് എന്താ പറയുക RDBMSൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് വൈഡ്ലി യൂസ്ഡ് ടെർമിനോളജീസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഈ ഒരു ടേബിളിൽ പറയുന്നത്. ഫസ്റ്റ് വൺ റിലേഷൻ. ഞാൻ പറഞ്ഞു റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേബിളിന് ഒരു യുണീക്ക് നെയിമുള്ളൊരു ടേബിൾ ഉണ്ടാവും. ആ എന്താ പറയുക നമ്മൾ ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റാബേസിനകത്ത് ഒരുപാട് റിലേഷണൽ മോഡലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ടേബിൾസ് ഉണ്ടാകും. അപ്പോൾ ഓരോ ടേബിളിനും നമ്മൾ എന്ത് ചെയ്യണം, യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ എല്ലാത്തിനും എന്തുണ്ടാവും, യുണീക്കായിട്ടുള്ള ഓരോ നെയിമുകളുണ്ടാവും. അപ്പോൾ റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ടേബിൾ ഇസ് കോൾഡ് ആസ് റിലേഷൻ വിത്ത് എ യുണീക്ക് നെയിം. ഒരു യുണീക്ക് നെയിമുള്ള ഓരോ ടേബിളിനെ നമ്മൾ പറയുന്ന പേരാണ് റിലേഷൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ടപ്പിൾ. ടപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേബിളാകുമ്പോൾ റോസ് ഉണ്ടാവും, കോളംസും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു ടേബിളിൽ ഓരോ റോയിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ടപ്പിൾ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ ഒരു ടേബിൾ നമ്മളിവിടെ കാണുന്നുണ്ട് അല്ലേ. ടേബിളിൻ്റെ കോളം നെയിംസ് എന്ന് പറയുന്നത് സീരിയൽ നമ്പർ, ടെർമിനോളജി, ഡിസ്ക്രിപ്ഷൻ. എത്ര റോസ് ഉണ്ട് ഇതിന്? 1 2 3 4 5 6 റോസ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു ടേബിളിൻ്റെ ടപ്പിൾസ്, നമ്പർ ഓഫ് ടപ്പിൾസ് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ് നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ടേബിളിൻ്റെ കോളത്തിനെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടേബിളിന് 3 ആട്രിബ്യൂട്ട്സ് ആണുള്ളത്: സീരിയൽ നമ്പർ, ടെർമിനോളജി, ഡിസ്ക്രിപ്ഷൻ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ സ്കീമ. ഡാറ്റാബേസിൻ്റെ ഓവറോൾ സ്ട്രക്ചർ അല്ലെങ്കിൽ ബ്ലൂ പ്രിൻറ്റ്. അത് നമ്മൾ ഓവറോൾ സ്ട്രക്ചർ കാണിക്കണ സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്കീമ എന്ന് പറയും, അല്ലെങ്കിൽ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻസ്റ്റൻസ്. ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വൽ കളക്ഷൻ ഓഫ് ഡാറ്റ. അതായത് ഒരു ഇൻസ്റ്റൻസ് ഓഫ് ടൈമിൽ നമ്മളെ ഡാറ്റാബേസ് എങ്ങനെയാണോ അല്ലെങ്കിൽ നമ്മളെ റിലേഷൻ എങ്ങനെയാണോ അതിനെയാണ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. സ്നാപ്ഷോട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോട്ടോക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ആ ഫോട്ടോ നമ്മൾ എടുക്കുന്ന ആ ടൈമിൽ, ആ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മളെങ്ങനെയാണോ അതിനെയാണ് നമ്മൾ ഇൻസ്റ്റൻസ് എന്ന് പറയുക. ഓക്കെ, അപ്പം നമ്മൾ ഒരു എന്താ പറയുക, ഒരു ടൈമിൽ എന്താ പറയുക, നമ്മളൊരു നിമിഷത്തിനുള്ളിൽ നമ്മൾ ഡാറ്റാബേസ് എങ്ങനെയാണോ, നമ്മളിപ്പോൾ എന്തെങ്കിലും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡാറ്റാബേസ് റിലേഷൻ ചെക്ക് ചെയ്യാമെന്ന് വിചാരിക്കാം.
ആ ചെക്ക് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഒരു സ്നാപ്ഷോട്ടിൻ്റെ ആ ടൈം ഉണ്ടാവുള്ളൂ. ആ ടൈമിൽ ഡാറ്റാബേസ് എങ്ങനെയാണോ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റാബേസിനെ ഓവറോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വേണമല്ലോ. അപ്പോൾ ആ ആളിനെ പറയുന്ന പേരാണ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ഇത്രയും ടെർമിനോളജീസാണ് RDBMS പറയാനുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആണ്. ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റാബേസിൻ്റെ കോംപ്ലക്സിറ്റി മറച്ച് വെച്ചിട്ട് യൂസറിൻ്റെ അടുത്തുനിന്ന് മറച്ച് വെച്ചിട്ട് ഹൈഡ് ചെയ്തിട്ട് ഈസി പാർട്ട് മാത്രം നമുക്ക് കാണിച്ചു തരുന്നതിനെ പറയുന്ന പേരാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് RDBMS ആണ് നമുക്ക് പറയാം. നമുക്ക് ഇറ്റ് ഹെൽപ്സ് ഇൻ ഈസി വിഷ്വലൈസേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഡാറ്റാബേസ് സ്കീമ വിത്തൗട്ട് കോസിങ് മച്ച് ചേഞ്ച് ടു ദി ഡിപ്പെൻഡൻറ്റ് ഫീച്ചേഴ്സ്. നമ്മൾ ഭയങ്കര ഇംപ്ലിമെൻ്റ് ചെയ്യാനും വിഷ്വലൈസ് ചെയ്യാനും നമുക്കൊക്കെ ഡാറ്റാബേസ് സ്കീമ വിഷ്വലൈസ് ചെയ്യാനും ഇംപ്ലിമെൻ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ടും കൂടെയാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഡാറ്റാബേസിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. അതൊക്കെ യൂസറിൻ്റെ അടുത്തുനിന്ന് ഹൈഡ് ചെയ്തിട്ട് എന്താണോ നമുക്ക് കാണിക്കാൻ പറ്റുന്നത് അത് മാത്രം നമുക്ക് ഈസി പാർട്ട് മാത്രം നമുക്ക് കാണിച്ചു തരുന്നതാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു സ്വിച്ച് ഇട്ടാൽ ഫാൻ വർക്ക് ചെയ്യും അല്ലേ, ഫാൻ കറങ്ങും. പക്ഷെ നമുക്ക് സ്വിച്ച് ഇടാം, ഫാൻ കറങ്ങുക, അത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ആ സ്വിച്ച് ഇടുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കോംപ്ലക്സ് പാർട്ട് നമുക്ക് കാണിച്ചു തരാതെ ഹൈഡ് ചെയ്തിട്ട് ബാക്കി പാർട്ട് മാത്രമാണ്, നമ്മൾ ഈസി ആയിട്ടുള്ള പാർട്ട് മാത്രമാണ് നമ്മൾ കാണുന്നത്. അത് തന്നെയാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഡാറ്റ അബ്സ്ട്രാക്ഷനിൽ 3 ലെവൽസാണ്, മേജർ ലെവൽസ് പറയുന്നുണ്ട്. ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ ആൻഡ് എക്സ്റ്റേണൽ ലെവൽ. അതിൽ ഫിസിക്കൽ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഡാറ്റ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നു എന്ന് കാണിക്കുന്നതാണ് ഫിസിക്കൽ ലെവൽ. അതായത് ഏറ്റവും ലോവസ്റ്റ് ലെവലാണ്. ലോവസ്റ്റ് ലെവൽ ഇസ് ദി സ്കീമ ഓർ ഡാറ്റാബേസ് വിച്ച് ഈസ് കണക്റ്റഡ് ടു ദി ഫിസിക്കൽ വ്യൂ ഓഫ് ദി മോഡൽ. എന്തൊക്കെ തരത്തിലുള്ള ഡാറ്റ, നമ്പർ തരത്തിലുള്ള ഡാറ്റയാണോ അല്ലെങ്കിൽ ക്യാരക്ടർ ടൈപ്പിലുള്ള ഡാറ്റയാണോ, എന്ത് തരം ഡാറ്റ ഇതിൽ സ്റ്റോർ ചെയ്യുന്നു എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ലെവലാണ് ഫിസിക്കൽ ലെവൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലെവൽ ലോജിക്കൽ ലെവലാണ്. ലോജിക്കൽ ലെവലിനെ നമ്മൾ കൺസെപ്ഷ്വൽ ലെവൽ എന്നും കൂടെ പറയും. കൺസെപ്ഷ്വൽ ലെവലിൽ ഹൗ ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ എ ഡാറ്റാബേസ്. ഒരു ഡാറ്റാബേസിനകത്ത് എങ്ങനെ നമ്മൾ ഡാറ്റാസ് സ്റ്റോർ ചെയ്യും എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ലെവലിനെയാണ് ലോജിക്കൽ ലെവൽ എന്ന് പറയുക. അതുപോലെ അപ്പർ മോസ്റ്റ് ലെവലായിട്ട് വരുന്നത് എക്സ്റ്റേണൽ വ്യൂ ലെവലാണ്. വ്യൂ ലെവലാണ് നമ്മുടെ യൂസറിൻ്റെ ലെവൽ. അതായത് യൂസറിന് വ്യൂ ചെയ്യുന്ന വിഷ്വലൈസേഷൻ്റെ ലെവൽ മാത്രം, നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കണ്ടാൽ മാത്രം മതി. അങ്ങനത്തെ ലെവലിനെ നമ്മൾ വ്യൂ ലെവൽ എന്ന് പറയും. ഓക്കെ, 3 ലെവൽസ്: ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ, എക്സ്റ്റേണൽ വ്യൂ ലെവൽ. മനസ്സിലായല്ലോ? ഇൻ ഓർഡർ ടു സപ്പോർട്ട് ദി ഡിപ്പെൻഡൻസീസ് ഓഫ് ദീസ് ലെവൽ, 2 ഡാറ്റ ഇൻഡിപെൻഡൻസ് മെക്കാനിസം ആസ് ഡിഫൈൻ: ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ആൻഡ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റാബേസ് സ്കീമാക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താണ്. ഫിസിക്കൽ ലെവലിലുള്ള ഡാറ്റാബേസ് സ്കീമാക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തുമ്പോൾ വിത്തൗട്ട് അഫക്റ്റ് ദി ലോജിക്കൽ ലെവൽ. ലോജിക്കൽ ലെവലിന് ഒരു ചേഞ്ചും വരാത്ത രീതിയിൽ വേണം നമ്മൾ ഫിസിക്കൽ ലെവലിൽ ചേഞ്ച് വരുത്താൻ. അതിനെയാണ് നമ്മൾ ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുക. ഓക്കെ, ഇനി ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ലോവസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഹയസ്റ്റ് ലെവലായിട്ടുള്ള ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസിന് ഒരു ചേഞ്ചും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ഫിസിക്കൽ ലെവലിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയാണെങ്കിൽ ഇതിന് നമ്മൾ ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയും. അതിൻ്റെ തൊട്ട് മേലുള്ള ലെവലാണ് ലോജിക്കൽ ലെവൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺസെപ്ഷ്വൽ ലെവൽ എന്ന് പറയുന്നത്. ആ കൺസെപ്ഷ്വൽ ലെവലിന് നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്താണ് വിത്തൗട്ട് അഫക്റ്റ് എനി ചേഞ്ച് ഇൻ
എന്താ പറയുക, നമ്മുടെ വ്യൂ ലെവൽ, അതിൻ്റെ തൊട്ട് മേലുള്ള ലെവൽ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ വ്യൂ ലെവലാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ എക്സ്റ്റേണൽ വ്യൂ ലെവലിന് ഒരു ചേഞ്ചും വരാത്ത രീതിയിൽ ലോജിക്കൽ ലെവലിന് നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡാറ്റ ആബ്സ്ട്രാക്ഷൻ്റെ ഒരു പിക്ചറൈസേഷനാണ് ഫിഗർ 5.11 കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എന്താ പറയുക, ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ലെവൽ മെറ്റാ ഡാറ്റ അല്ലെങ്കിൽ സ്കീമ എന്ന് പറയുന്നത് ഡാറ്റാബേസിൻ്റെ ഡാറ്റ അബൌട്ട് ഡാറ്റാനെയാണ് കേട്ടോ നമ്മൾ മെറ്റാ ഡാറ്റ. ഒരു ഡാറ്റാനെ കുറിച്ചുള്ള ഡാറ്റ ഉണ്ടാവുമല്ലോ, അതിനെ നമ്മൾ മെറ്റാ ഡാറ്റ അല്ലെങ്കിൽ സ്കീമ എന്ന് പറയും. അത് ഡാറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്ത് മെറ്റാ ഡാറ്റ. ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് ഫിസിക്കൽ ലെവലാണ്. ഫിസിക്കൽ ലെവലിൽ നമ്മൾ ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് നടത്തുന്നത് ഫിസിക്കൽ ലെവലിലാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് മുകളിലുള്ള ലെവൽ ലോജിക്കൽ ലെവൽ. ലോജിക്കൽ ലെവലിലാണ് നമ്മൾ ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് പെർഫോം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ലെവലിന് നമ്മൾ എക്സ്റ്റേണൽ ഓർ വ്യൂ ലെവൽ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് വൺ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. നമുക്കറിയാം ഏതൊരു കാര്യമാണെങ്കിലും അത് മാനേജ് ചെയ്യാൻ ഒരാൾ വേണം അല്ലേ. അതിനെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ഒരാൾ വേണം, ഒരു അഡ്മിനിസ്ട്രേറ്റർ വേണം. അപ്പോൾ ഡാറ്റാബേസിൻ്റെ കൺട്രോളറിന് എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുത്ത് മാനേജ് ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്ന ആളിന് നമ്മൾ പറയുന്ന പേരാണ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. The task which a database administrator has under his control as follows. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരു ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ടതുണ്ടാവും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. The design of conceptual schema and update under any change in requirements. അതായത് കൺസെപ്ഷ്യൽ ലെവൽ അല്ലെങ്കിൽ ലോജിക്കൽ ലെവലിൻ്റെ ഡിസൈൻ ചെയ്യുന്നത് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാണ്. അതായത് ലോജിക്കൽ ലെവലിൽ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഹൗ ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ എ ഡാറ്റാബേസ്, എങ്ങനെ ഒരു ഡാറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്യണം, ഈ കാര്യം ഡിസൈൻ ചെയ്യുന്നത് നമ്മളെ DBA ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാണ്. എന്തെങ്കിലും ചേഞ്ച് റിക്വയർഡ് ആവുകയാണെങ്കിൽ അവിടെ വരുത്തേണ്ടതും ആരാണ്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാണ്. The efficient working of storage structure and its method of access. Efficient working of സ്റ്റോറേജിൻ്റെ എഫിഷ്യൻറ്റ് സ്റ്റോറേജ് സ്ട്രക്ചറിൻ്റെ എഫിഷ്യൻറ്റ് വർക്കിങ്ങും അതുപോലെ അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡും ചെയ്യുന്നത് ആരാണ്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാണ്. എൻഷുറിങ് ദാറ്റ് ദി യൂസേഴ്സ് ഗെറ്റ് ഡിസൈർഡ് ഇൻഫർമേഷൻ, യൂസർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതും ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാണ്. എൻഷുവർ സിസ്റ്റം സെക്യൂരിറ്റി ആസ് ഈച്ച് യൂസർ ഹാസ് എ റോൾ ആൻഡ് ഹിസ് റൈറ്റ്സ് ഹാസ് ടു ബി മാനേജ്ഡ്. എല്ലാ ഡാറ്റയ്ക്കും എന്ത് വേണം, ഒരു സിസ്റ്റത്തിന് ഒരു സെക്യൂരിറ്റി കൊടുക്കുന്നത് ആരാണ്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാണ്. എൻഷുറിങ് ദി ഡാറ്റാബേസ് അഗെയിൻസ്റ്റ് എനി മാലീഷ്യസ് ആക്ടിവിറ്റി ഓർ അറ്റാക്ക്. അതായത് സെക്യൂരിറ്റി എന്ന നമ്മുടെ എന്തെങ്കിലും മാൽവെയർസ് അറ്റാക്സ് വരുന്നതെന്ന് സിസ്റ്റത്തിന് എന്താ പറയുക, കാക്കുക എന്നൊക്കെ പറയില്ലേ, അതായത് കാവൽ നിൽക്കേണ്ടത് ആരാണ്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാണ്. എൻഷുറിങ് പീരിയോഡിക് ബാക്കപ്സ് ആൻഡ് പ്രോപ്പർ ആർച്ചിവൽ ഓഫ് ഡാറ്റ. എന്തെങ്കിലും അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ, ഡാറ്റയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അത് സംഭവിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബാക്കപ്പ് നമ്മൾ എടുത്ത് വെച്ചിരിക്കണം ആ ഡാറ്റാബേസിൻ്റെ. എക്സിക്യൂട്ടിംഗ് റിക്കവറി പ്രൊസീജിയേഴ്സ് ഇൻ കേസ് ഓഫ് സഡൻ ഡിസപ്ഷൻ ആൻഡ് ഫെയിലിയേഴ്സ്. അതായത് പെട്ടെന്നുള്ള എന്തെങ്കിലും ഫെയിലിയേഴ്സിൽ നിന്ന് എന്താ പറയുക, റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്യണം. എൻഷുറിങ് പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് സിസ്റ്റം പെർഫോമൻസ് പ്രൊസീജിയർ ആൻഡ് റിക്വയർമെൻറ്റ്സ്. സിസ്റ്റത്തിൻ്റെ പെർഫോമൻസും പ്രൊസീജിയറൊക്കെ പ്രോപ്പർ ഫങ്ഷനിങ് ആണെന്നുള്ളത് എൻഷുർ ചെയ്യുന്നതും DBA ആണ്. ടു പ്രൊവൈഡ് ടെക്നിക്കൽ സപ്പോർട്ട് ഫോർ നെസസറി ടൂൾസ് ആൻഡ് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡേഷൻ. അതായത് ടെക്നിക്കൽ സപ്പോർട്ട് എന്താ പറയുക, നെസസറി ടൂൾസും സോഫ്റ്റ്വെയർസൊക്കെ വെച്ചിട്ട് ആ ഡാറ്റാബേസിനൊരു ടെക്നിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതും ആര് തന്നെയാണ്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡാറ്റാബേസ് എന്ന് പറയുന്നത് എന്താണ്, പിന്നെ സെൽഫ് ഡിസ്ക്രൈബിംഗ് സിസ്റ്റമാണ്, വിച്ച് ഹാൻഡിൽസ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്പിൾ വ്യൂ സപ്പോർട്ട്, മൾട്ടി യൂസർ സപ്പോർട്ട്, കൺകറൻസി കൺട്രോൾ, എഫിഷ്യൻറ്റ് റിക്കവറി, എഫക്റ്റീവ് ആക്സസ് റൈറ്റ്സ്, റിസ്ട്രിക്റ്റിംഗ് അൺഓതറൈസ്ഡ് ആക്സസ്,
കൺട്രോളിങ് റിഡൻഡൻസി, അതുപോലെ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്, കൺകറൻറ്റ് ആക്സസ് സപ്പോർട്ട്, റെഗുലർ ബാക്കപ്പ് ആൻഡ് റിക്കവറി മെക്കാനിസം, ഈസി അഡാപ്റ്റബിലിറ്റി ആൻഡ് എൻഷുവർ സക്സസ്ഫുൾ സ്റ്റാൻഡേർഡ്സ് ഓഫ് മെയിൻ്റെനൻസ്. അപ്പം നമ്മൾ DBMS എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതുപോലെ RDBMS പറഞ്ഞു, റോൾ ഓഫ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാനേജ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും, അതായത് RDBMS നമുക്ക് മാനേജ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും, അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ ലാംഗ്വേജിനെ പറയുന്ന പേരാണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്, SQL യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ RDBMS ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. SQL ഈസ് യൂസ്ഡ് ടു മാനേജ് ഇൻട്രാക്ഷൻ വിത്ത് RDBMS. നമ്മൾ റിലേഷണൽ ഡാറ്റാബേസ് മോഡലായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് SQL എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ നോൺ പ്രൊസീജറൽ ലാംഗ്വേജ് വിച്ച് ഈസ് യൂസ്ഡ് ടു എഫിഷ്യൻ്റ്ലി അപ്ഡേറ്റ്, ഇൻസേർട്ട് ആൻഡ് ഡിലീറ്റ് ദി ഡാറ്റ ഫ്രം ദി ഡാറ്റാബേസ്. നമുക്ക് എഫിഷ്യൻ്റായിട്ട് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാനും ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നോൺ പ്രൊസീജറൽ ലാംഗ്വേജാണ് SQL എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ഇംഗ്ലീഷ് ലൈക്ക് സിൻടാക്സ് ഇസ് ഫ്ലെക്സിബിൾ. ഇംഗ്ലീഷ് ലൈക്ക് സിൻടാക്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. എ ക്വറി ക്യാൻ ബി റിട്ടൺ ഇൻ മെനി ഡിഫറെൻറ്റ് വേസ് വിത്തൗട്ട് അഫക്റ്റിംഗ് ദി ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിന് നമുക്ക് എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഒരുപാട് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വറി റിട്ടേൺ ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടേബിൾ 5.3 പറയുന്നത് കുറച്ച് SQL കമൻസും അതുപോലെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ SQL കമൻറ്റ് 5 തരത്തിലുള്ള SQL കമൻസാണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ, ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, DDL എന്ന് പറയും. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡാറ്റാബേസ് സ്കീമക്ക് അതിൻ്റെ സ്ട്രക്ചറിന് എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. കമാൻഡാണ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന SQL കമാൻഡ്സ് എന്ന് പറയുന്നത് ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ്. അതായത് ഒരു ഡാറ്റാബേസിനകത്ത് ഒരു ടേബിളിലേക്ക് റിലേഷൻ ക്രിയേറ്റ് ചെയ്യാനും, അതുപോലെ അതിനെന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ ഓൾട്ടർ ചെയ്യാനും, അതുപോലെ ഒരു ഡാറ്റാബേസിനകത്ത് നിന്ന് ഒരു റിലേഷൻ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡ്രോപ്പ് കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജാണ്, DML. ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ, അതായത് ഒരു ഒരു റിലേഷൻ്റെ അകത്ത് ഒരുപാട് ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും അല്ലേ, ആ ഡാറ്റയ്ക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ പറയുക, ഡാറ്റയ്ക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമൻറ്റാണ് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, DML എന്ന് പറയുന്നത്. അതിൽ വരുന്ന SQL കമൻസ് എന്ന് പറയുന്നത് ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്. അതായത് പുതുതായിട്ട് ഒരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വന്ന ഡാറ്റ നമുക്കിപ്പോൾ ഒരു ഒരാളെ പേര് ചേഞ്ച് ചെയ്യണം, അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് യൂസ് ചെയ്തിട്ട് അതിനെ ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഡാറ്റ നമുക്ക് ഒന്ന് ഡിലീറ്റ് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ഡിലീറ്റ് കമാൻഡ് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡാറ്റ ക്വറി ലാംഗ്വേജ്, DQL ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. സെലക്ട്, ഫ്രം, വേർ, ഗ്രൂപ്പ് ബൈ, ഹാവിങ്, ഓർഡർ ബൈ, ACS ഓർ ഡെസ്ക് എന്നൊക്കെ പറയും. അപ്പോൾ സെലക്ട് എന്ന് പറയുന്നത് ഡാറ്റ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ ഒരാളുടെ മാത്രം ഒരു റോ മാത്രം റിട്രീവ് ചെയ്ത് കാണണമെങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെലക്ട്. അപ്പോൾ സെലക്റ്റിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ടതാണ് ഫ്രമും, വേറും, ഗ്രൂപ്പ് ബൈ. അതൊക്കെ നമുക്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് കാണണമെങ്കിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ കമൻറ്റിൽ പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് എക്സാമ്പിൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, നോക്കാം. ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്, DCL എന്ന് പറയുന്നത് 2 കമാൻഡുള്ളൂ. അത് ഗ്രാൻഡ് ആൻഡ് റീവോക്ക്. നമ്മളെ ഡാറ്റാബേസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ റിലേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരാൾക്ക് പെർമിഷൻ കൊടുക്കുന്നതിന് നമ്മൾ ഗ്രാൻഡ് എന്ന് പറയും. ആ പെർമിഷൻ നമ്മൾ തിരിച്ച് വാങ്ങുന്നതിന് നമ്മൾ റീവോക്ക് എന്ന് പറയും. ഓക്കെ, ഒരു ടൈം വരെ നമ്മൾ ഗ്രാൻഡ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് റിവോക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാൻഡ് റിവോക്കും യൂസ് ചെയ്യുന്നത്. ഫിഫ്ത്ത് വൺ, ട്രാൻസാക്ഷൻ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്, TCS കമാൻഡായിട്ട് വരുന്നത് സെറ്റ് ട്രാൻസാക്ഷൻ, സേവ് പോയിൻറ്റ്, കമ്മിറ്റ്, റോൾ ബാക്ക്.
ഇനി ടേബിൾ 5.4 കാണിക്കുന്നത് SQL ഓപ്പറേഷൻസ് ആണ്. കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ഡാറ്റാബേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്. അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ മാത്സിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് തന്നെയാണ്. അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ പോലുള്ള ഓപ്പറേഷൻസിനെ നമ്മൾ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. നെക്സ്റ്റ് വൺ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ആൻഡ്, ഓർ, നോട്ട്. 3 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സാണ് നമുക്കുള്ളത്. ആൻഡ്, ഓർ, നോട്ട്. നെക്സ്റ്റ് വൺ സെറ്റ് ഓപ്പറേറ്റേഴ്സ്. സെറ്റ് ഓപ്പറേറ്റേഴ്സ് യൂണിയൻ, ഇൻ്റർസെക്ഷൻ, മൈനസ്, ഇനി ഒരുപാടുണ്ട്. സെറ്റ് ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. നെക്സ്റ്റ് വൺ കമ്പാരിസൺ ഓപ്പറേറ്റർ. ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു ഒക്കെ പറയും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഒരു ഡാറ്റ റിട്രീവ് ചെയ്യാം. നമുക്കൊരു ഡാറ്റ വേണം, ഒരാളുടെ മാത്രം ഡീറ്റെയിൽസ് വേണം ഒരു ഡാറ്റാബേസിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാബിൾ ഒരു റിലേഷൻ ആണെങ്കിൽ നമുക്ക് ആ ഒരു സ്കൂളിൽ നമ്മൾ ചെന്നിട്ട് ഒരു കുട്ടീൻ്റെ മാത്രം ഡീറ്റെയിൽസ് നമുക്ക് വേണം. അപ്പോൾ നമുക്ക് ആ ഡാറ്റാബേസിൽ നിന്ന് ഈസി ആയിട്ട് എങ്ങനെ ഒരു കുട്ടീൻ്റെ വിവരം മാത്രം റിട്രീവ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. എന്നാണ് നമ്മൾ ഡാറ്റ റിട്രീവൽ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സെലക്ട് എന്ന SQL കമാൻഡാണ്. സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്ട്രാക്ട് ഇൻഫർമേഷൻ ഫ്രം ദി ടേബിൾ. ഒരു ടേബിളിൽ നിന്ന് ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് എന്ന് പറയുന്നത് സെലക്ട് ആണ്. ദി ക്വറി ഫോർമേഷൻ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് വിത്ത് ദി ഫോളോയിങ് എക്സാമ്പിൾ. ലിസ്റ്റ് സ്റ്റുഡൻറ്റ് നെയിം അലോങ് വിത്ത് ദി നെയിംസ് ഓഫ് ദെയർ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ്. നമുക്ക് നോക്കാം. സെലക്ട് s.ename ആസ് സ്റ്റു നെയിം, h.ename ആസ് ഹെഡ് നെയിം. അപ്പോൾ ഇവിടെ പറയുന്നത് ബാക്കി കൂടെ പറയാട്ടെ കേട്ടോ. ഫ്രം സ്റ്റുഡൻറ്റ് S, ഡിപ്പാർട്ട്മെൻറ്റ് D, ഹെഡ് H. വേർ ഡോട്ട് D നമ്പർ ഇസ് ഈക്വൽ ടു D ഡോട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ആൻഡ് D ഡെപ്റ്റ് അണ്ടർസ്കോർ ഹെഡ് ഇസ് ഈക്വൽ ടു H ഡോട്ട് EID. അപ്പോൾ ഈ കമൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് നെയിമും അതുപോലെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൻ്റെ നെയിമും റിട്രീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമൻറ്റാണ് നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നെക്സ്റ്റ് കമൻറ്റ് എന്ന് പറയുന്നത് ഇൻസേർട്ട്, അപ്ഡേറ്റ് ആൻഡ് ഡിലീറ്റ് ഓപ്പറേഷൻസ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്കൊരു ന്യൂ സ്റ്റുഡൻറ്റിനെ ഇൻസേർട്ട് ചെയ്യണം. അവൻ്റെ സ്റ്റുഡൻറ്റ് ID എന്ന് പറയുന്നത് 75487487 ആണ്. നെയിം എന്ന് പറയുന്നത് രാംകുമാറാണ്. ഡിപ്പാർട്ട്മെൻറ്റ് നെയിം 5 ഇൻ ദി സ്റ്റുഡൻറ്റ് ടേബിൾ. ആ സ്റ്റുഡൻറ്റ് ടേബിളിലേക്ക് ഇത് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട കമൻറ്റാണ് ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ്റ്. സ്റ്റുഡൻറ്റ് എന്ന ടേബിളിൻ്റെ നെയിം സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ്റ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് ആ തന്നിട്ടുള്ള വാല്യൂ കൊടുക്കുക. സ്റ്റുഡൻറ്റ് ID. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ടാബിളിൻ്റെ പേര് സ്റ്റുഡൻ്റ് ആണ്. അതുപോലെ ടാബിളിൻ്റെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ID, പിന്നെ സ്റ്റുഡൻറ്റ് നെയിം ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ. അപ്പോൾ അത്രയും കോളംസ് ഉള്ളൊരു ടേബിളാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിലേക്ക് ഒരു ന്യൂ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അപ്ഡേറ്റ്, നമുക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ നമുക്ക് എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് അപ്ഡേറ്റ് ദി ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ് വിത്ത് SID. ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റ് ID, അതായത് 85757858 എന്ന സ്റ്റുഡൻ്റ് ID ഉള്ള ഒരു കുട്ടീൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ നമുക്ക് 6ലേക്ക് ചേഞ്ച് ചെയ്യണം. ആ കുട്ടീൻ്റെ ഓൾറെഡി 6 അല്ല എന്ന് വിചാരിക്കുക ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം? അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് എന്ന ടാബിൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാണ്. സെറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ഇസ് ഈക്വൽ ടു 6 വേർ സ്റ്റുഡൻ്റ് ID 85757858 ഉള്ള കുട്ടീൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ നമ്മൾ 6ലോട്ട് ചേഞ്ച് ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു കമൻറ്റ് പറയുന്നത്.
ഇനി നമുക്കൊരു കുട്ടീനെ, അതായത് 89852579 എന്ന സ്റ്റുഡൻറ്റ് ID ഉള്ള ഒരു കുട്ടീനെ നമുക്ക് ആ ടേബിളിൽ നിന്നും സ്റ്റുഡൻറ്റ് ടേബിളിൽ നിന്നും നമ്മൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട കമൻറ്റാണ് ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ് വേർ സ്റ്റുഡൻറ്റ് ID ഈസ് ഈക്വൽ ടു എന്നത്. അപ്പോൾ നമ്മൾ കയ്യിലേക്ക് തന്നിട്ടുണ്ട് ഏത് സ്റ്റുഡൻറ്റ് ID ഉള്ള കുട്ടീനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത്. അത് ഡയറക്റ്റ് അങ്ങോട്ട് കൊടുത്താൽ മതി. ഓക്കെ. ക്രിയേറ്റ് ടേബിൾ ഓഫ് ദി ഫോളോയിങ് സ്കീമ: സ്റ്റുഡൻറ്റ് ID, സ്റ്റുഡൻറ്റ് നെയിം, സ്റ്റുഡൻറ്റ് എസ് ക്ലാസ്. അതായത് നമുക്കൊരു സ്റ്റുഡൻ്റ് എന്നുള്ളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഒരു ഡാറ്റാബേസിനകത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? അതായത് സ്റ്റുഡൻറ്റ് ID കൊടുക്കണം, സ്റ്റുഡൻറ്റ് നെയിം കൊടുക്കണം, സ്റ്റുഡൻറ്റ് ക്ലാസ് എസ് ക്ലാസ്. സ്റ്റുഡൻറ്റ് നെയിമിന് നമ്മൾ എസ് നെയിം എന്നും സ്റ്റുഡൻറ്റിൻ്റെ ക്ലാസ്സിന് എസ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാം? ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ്. ക്രിയേറ്റ് ടേബിൾ എന്ന് പറഞ്ഞ കീവേഡ് നിർബന്ധമായിട്ടും യൂസ് ചെയ്യണം. അതുപോലെ ടേബിളിന് ഒരു നെയിം വേണം, അതാണ് സ്റ്റുഡൻറ്റ്. ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ് ബ്രാക്കറ്റിനകത്ത് സ്റ്റുഡ് ID ഇൻറ്റിജർ ആവണം. ഇൻറ്റിജർ നമ്പർ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ പാർട്ടൊന്നും ഇല്ലാത്ത ഹോൾ നമ്പർ ആവണം സ്റ്റുഡൻറ്റ് ID എന്ന് പറയുന്നത്. ഓഫ് 5 പ്രൈമറി കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടേബിളിൻ്റെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ. അതുപോലെ വേറൊരു സ്റ്റുഡൻറ്റ് ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേബിൾ അഥവാ ഉണ്ടെങ്കിൽ അവിടെയും സ്റ്റുഡൻറ്റ് ID എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഈ ഒരു ടേബിൾ വ്യത്യസ്തമായി കാണാൻ വേണ്ടിയിട്ട് ഈ സ്റ്റുഡൻറ്റ് ID എന്നുള്ളത് പ്രൈമറി കീ ആക്കി വെച്ചാൽ, അതായത് ഒരു ഡാറ്റാബേസിനകത്ത് ഒരു സ്റ്റുഡൻറ്റിന് ഒരു ID പാടുള്ളൂ. ഓക്കെ. ഒരേ ID ഉള്ള 2 സ്റ്റുഡൻറ്റ് വരാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമറി കീ സെറ്റാക്കി വെക്കുന്നത്, യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ. അപ്പോൾ പ്രൈമറി കീ. എസ് നെയിം varchar, അതായത് ഡാറ്റ ടൈപ്പ് അവിടെയാണ് മെൻഷൻ ചെയ്യുന്നത്. varchar എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്യാരക്ടേഴ്സാണ്. ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സാണ് അവിടെ യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. varchar ഓഫ് നോട്ട് നൾ. നെയിം നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആൽഫബറ്റ്സിലല്ലേ കൊടുക്കുക. നോട്ട് നൾ, ഒരിക്കലും എന്താവാൻ പാടില്ല, ഒരു വാല്യൂ അവിടെ ഉണ്ടാവാതിരിക്കാൻ പാടില്ല. നോട്ട് നൾ, വാല്യൂ ഇല്ലാതിരിക്കാൻ പാടില്ല. അതുപോലെ എസ് ക്ലാസ് എന്ന് പറയുന്നതും varcharലാണ് കൊടുത്തിട്ടുള്ളത്, നോട്ട് നൾ. SQL is not a just query language, but it efficiently manages and updates the database in a simple and flexible manner. It has powerful features which makes it a robust language to implement complex queries. ഓക്കെ, ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നോക്കാം കേട്ടോ.